നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ തിരൂരങ്ങാടി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ഇഫ്താർ 21 വർഷം പിന്നിട്ടു. 100-ലേറെ രോഗികൾക്കും ജീവനക്കാർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും നോമ്പുതുറയ്ക്കാവശ്യമായ എല്ലാ സാധനങ്ങളും വൈകിട്ട് 6 മണിയോടെയാണ് വിതരണം ചെയ്യുക. ഇതിനു മുമ്പായി ആവശ്യക്കാരുടെ എണ്ണം രേഖപ്പെടുത്തുന്നതിനായി 2 മണിക്ക് യൂത്ത് ലീഗ് ഭാരവാഹികളെത്തി ആശുപത്രിയിൽ ടോക്കൺ വിതരണം ചെയ്യും. പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ചിക്കൻ കറി, വെജിറ്റബിൾ കറി, ചായ, തരിക്കഞ്ഞി, സമൂസ, വിവിധതരം ഫ്രൂട്ട്സുകൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് നൽകി വരുന്നത്. വിശേഷ ദിവസങ്ങളിൽ ബിരിയാണിയും മറ്റും സ്പെഷ്യൽ വിഭവങ്ങളും നൽകാറുണ്ട്. സാധാരണ താലൂക്ക് ആശുപത്രി വളപ്പിലാണ് വിതരണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ദയ ചാരിറ്റി സെന്ററിലാണ് വിതരണം നടക്കുന്നത്. ഇഫ്താറിനുള്ള ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം നിർവഹിച്ചു. പരിശുദ്ധ റമദാൻ കാലത്ത് നോമ്പ് തുറക്കാനും നോമ്പ് നോൽക്കാനും ആവശ്യമായ ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗവൺമെൻറ് ആശുപത്രിയാണ് നമ്മുടെ അടുത്തുള്ളത്. ആശുപത്രിയിൽ ഈ പരിശുദ്ധ റമദാൻ കാലത്ത് രോഗമായി ആളുകൾ വരണമെങ്കിൽ അത്രമാത്രം അവർ പ്രയാസപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, പണമില്ലാത്തവരാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരാണ് ഗവൺമെൻറ് ആശുപത്രികളെ പലപ്പോഴും സമീപിക്കാറ്. അങ്ങനെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത ആളുകൾ ആശുപത്രിയിൽ വരുമ്പോൾ പരിശുദ്ധ റമദാനിൽ രോഗികൾക്ക് മാത്രമല്ല, രോഗികൾക്ക് നോമ്പെടുക്കുന്നതിന് ഒഴിവുണ്ട്. പക്ഷേ അവരെ കൂട്ടിയിരിക്കുന്ന ആളുകളുണ്ട്, അവരെ സന്ദർശിക്കാൻ വരുന്ന ബന്ധുക്കളുണ്ട്. ഇവർക്കൊക്കെ നോമ്പെടുക്കേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് കൂടി ആവശ്യമായ നോമ്പ് തുറക്കാനും നോമ്പ് നോക്കാനുമുള്ള ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുക എന്ന പുണ്യകർമ്മമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ സ്മരിക്കാനുള്ളത്, കഴിഞ്ഞ വർഷം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സജീവ പ്രവർത്തകനായ അബ്ദുള്ള കോയ ഹാജി സാഹിബ് നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും മുസ്ലിം ലീഗിൻ്റേതായിരുന്നാലും യൂത്ത് ലീഗിൻ്റേതായിരുന്നാലും MSFൻ്റേതായിരുന്നാലും ദളിത് ലീഗിൻ്റേതായിരുന്നാലും അബ്ദുള്ള കോയ ഹാജി അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുന്നിലുണ്ടാവും. പ്രസിഡന്റ് CH അബൂബക്കർ സിദ്ദീഖ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. CH മഹ്മൂദ് ഹാജി, AK മുസ്തഫ, UK മുസ്തഫ മാസ്റ്റർ, റഫീഖ് പാറക്കൽ, M അബ്ദുറഹ്മാൻ കുട്ടി, UA റസാഖ്, ഇക്ബാൽ കല്ലുങ്ങൽ, അനീസ് കൂരിയാടൻ, അയൂബ് തലാപ്പിൽ, റിയാസ് തോട്ടുങ്കൽ, മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി K മുയൂനിൽ ഇസ്ലാം, മുസ്തഫ കുട്ടശ്ശേരി, ഷബാബ് പന്താരങ്ങാടി, ഒള്ളക്കൻ സാദിഖ്, PK ഷമീം, ബാപ്പുട്ടി ചമ്മാട്, അലി കുന്നത്തേരി, OC ബാവ, മുസ്തഫ പാലാത്ത്, MN മൊയ്തീൻ, KM മുഹമ്മദ്, ഉസ്മാൻ അലി പാലത്തിങ്ങൽ, ചെമ്പ മൊയ്തീൻകുട്ടി ഹാജി, PK ഹംസ, ജാഫർ കുന്നത്തേരി, സമീർ വലിയാട്ട, സൈനു ഉള്ളാട്ട, ഇസു ഇസ്മായിൽ, മുഗൾ അഹമ്മദ് ഹാജി, കണ്ടാണത്ത് നിസാർ, അസ്ലം CK നഗർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.